സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിലെ മൂന്നാം മത്സരം കാണികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കണ്ണൂർ വാരിയേഴ്സ് എഫ്സിക്ക് ആധികാരികമായിട്ടുള്ള ഒരു വിജയമായിരുന്നു ഇന്നലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം സമ്മാനിച്ചത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന തീപാറുന്ന പോരാട്ടത്തിൽ ആതിഥേയരായ തിരുവനന്തപുരം കൊമ്പൻസിനെതിരെ 2-3 ഗോളുകൾക്കാണ് കണ്ണൂർ വീഴ്ത്തിയിരിക്കുന്നത്. ഷിജിൻ ടി, സെനഗൽ താരം അബ്ദു കരീം സാംബ എന്നിവരുടെ ഗോളുകൾക്കൊപ്പം കൊമ്പൻസിന്റെ ഫെലിപ്പ് ആൽവിസിന്റെ സെൽഫ് ഗോളും കണ്ണൂരിന്റെ വിജയത്തിന് തിളക്കമേകിയിരിക്കുകയാണ്. കൊമ്പൻസിനായി ഓട്ടിമാർ ബിൻസിപ്പോയും വിഘ്നേഷും ആശ്വാസ ഗോളുകൾ നേടിയെങ്കിലും സ്വന്തം മണ്ണിൽ പരാജയം വഴങ്ങേണ്ടി വന്നതിന്റെ നിരാശ അവരുടെ മുഖങ്ങളിൽ നിഴലിച്ചങ്ങനെ കിടക്കുകയാണ്. ഇരു ടീമുകളും 4-3-3 എന്ന ആക്രമണോത്സുകമായിട്ടുള്ള ഫോർമേഷനിലാണ് കളത്തിലിറങ്ങിയത്. എന്നാൽ കളി തുടങ്ങിയത് മുതൽ തന്നെ ഓരോ നിമിഷവും ആരാധകർ ശ്വാസം അടക്കി പിടിച്ചേണ്ടിയിരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വിജയത്തോടെ കണ്ണൂർ വാരിയേഴ്സ് ലീഗിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിച്ച് തുടങ്ങിയപ്പോൾ ആദ്യ മത്സരം തോറ്റ കൊമ്പൻസ് തിരിച്ചുവരവിന് ഇപ്പോൾ തയ്യാറെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. മത്സരത്തിന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ ഇരു ടീമുകളും ആക്രമണത്തിനാണ് പ്രാധാന്യം നൽകിയത്. മധ്യനിരയിൽ പന്ത് നിലനിർത്താൻ ഇരുവിഭാഗവും കിണഞ്ഞങ്ങ് പരിശ്രമിച്ചപ്പോൾ കളി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നിരന്തരം ആഞ്ഞടിച്ച് കയറുന്ന ഒരു കാഴ്ചയായിരുന്നു എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്.